പലപ്പോഴും തെറി എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 10 കാമന്മാരെ ഞാൻ കൊണ്ട് നടക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും. എനിക്കൊന്നും മര്യാദയ്ക്കുള്ള ഒരാളെ കിട്ടത്തില്ലെന്നേ. തനത് പെൺ സങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞു കളയും. ഒന്നേതായി ഇപ്പൊ കിട്ടും വായിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിച്ചതൊക്കെ കുറഞ്ഞു പോയി. ശരിക്കും എങ്ങനെ ഇത്ര ധൈര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാലേ കേട്ടോണ്ടിരിക്കുമ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ, അതങ്ങ് വല്ലാണ്ടങ്ങ് ചൊറി വരുന്നുണ്ടല്ലേ, നാണ്ടിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ എന്ത് പറയാൻ. പേഴ്സണലി ഒരു തരത്തിലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ജിൻഡോ. എനിക്ക് ഷെയ്ഖാൻ്റെ കൊടുത്തപ്പോൾ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് പെൺകുട്ടികളോടുള്ള ജിൻഡോയുടെ സമീപനം പല രീതികളിൽ പലരും പറഞ്ഞ് 1-2 കാര്യങ്ങൾ ദിയെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. ആർക്കും അറിയാൻ താല്പര്യമില്ലെന്നേ ഇതൊക്കെ. നിങ്ങളിത് എന്തുവാന്ന്. സ്ത്രീ സങ്കല്പത്തിൽ പാചകം അറിയുന്ന കുട്ടിയാണ് നമ്മൾ പെൺകുട്ടിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അൻസിബ സാരിയൊക്കെ ഉടുത്ത് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അൻസിബ ആ വീട്ടിനെ ട്രീറ്റ് ചെയ്തതുപോലെ ജാസ്മിനൊക്കെ അൻസിബനെ കണ്ടു പഠിച്ചൂടെ, ഇങ്ങനെയൊക്കെയുള്ള സാധനം. വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ അംഗീകരിക്കുമ്പോഴും താമര വിരിഞ്ഞതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പ്. 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ദിയ ആരെയൊക്കെയാണ് സെലക്ട് ചെയ്യുക ഈ ഘട്ടത്തിൽ? ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ നടക്കുന്ന സമയമാണ്. പെർഫോമൻസ് നോക്കുന്നുണ്ട്. ജാസ്മിൻ അത്രയൊന്നും മുമ്പിലല്ല, ഇപ്പോൾ കുറേ പിൻപിലാണ്. പല ടാസ്കുകളിലും പലരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഭിഷേക് ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, ഇവരൊക്കെ മുന്നോട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഈ അവസരത്തിൽ തന്നെ ഇപ്പോൾ ഫൈനൽ 5ലേക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേര്, ആരൊക്കെ, എന്തുകൊണ്ട്? ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ മാത്രമാണ്. ഞാൻ ഇതുവരെ കണ്ട ഗെയിമിനെ വിലയിരുത്തിയിട്ട് ജാസ്മിൻ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ടിക്കറ്റ് ഫിനാലയിൽ ജാസ്മിന് സാധിച്ചിട്ടില്ല. 2 പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടാസ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് അഭിഷേകിനാണ്. പക്ഷെ നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് ഞാൻ ജാസ്മിനെ കാണും, 2ാമത് ജിൻഡോ, അതുപോലെ ഞാനിപ്പോൾ കുറച്ചു മുമ്പും ഇൻ്റർവ്യൂകളിൽ പറഞ്ഞതിനകത്ത് ഞാൻ ജിൻഡോനെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ജി-ൻഡോനെ പറയുമ്പോഴും എനിക്ക് നമ്മുടെ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്ത് കയറി വരുന്നുണ്ട്. അർജുൻ്റെ ഒരു സപ്പോർട്ടും ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ഇപ്പോഴത്തെ ആൾമാറാട്ടമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 4ാം സീസണിൽ റിയാസ് സലീമൊക്കെ തകർത്താടിയത് ഭയങ്കര രസകരമായിട്ട് ഒരു ദിവസം ഫുള്ള് എൻ്റർടൈൻമെൻറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അർജുൻ. അപ്പം നമ്മൾ കണ്ടസ്റ്റൻസുകളൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെയൊക്കെ പെർഫോമൻസ്. സിജോ ആയാലും ഒടുവിൽ നോറയായിട്ട് പെർഫോം ചെയ്തത് നന്നായിട്ട് സൂപ്പറായിട്ട് പെർഫോം ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ അർജുൻ്റെ ഈ ജേർണീൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 100 ഡേയ്സ് ഒരുമിച്ച് കൊടുത്ത പോലെ ഫീൽ ചെയ്തു ശരിക്കും ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അതുപോലെ സിജോ, പിന്നെ ഋഷി, അഭിഷേക്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ടിക്കറ്റ് ഫിനാലെ മാത്രം കിട്ടിയെന്നേ ഉള്ളൂ. അഭിഷേകിന് പ്രത്യേകിച്ച് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യം കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നു. അപ്പം അവിടുന്ന് മാറിയിട്ട് അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ആളിൻ്റെ ഒരു കൊടുക്കുന്ന ഗെയിമുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. ഋഷി ഓർ അഭിഷേക് വേണമെങ്കിലും പറയാം. എനിക്ക് പേഴ്സണലി അഭിഷേകിനോടൊരു പൊളിറ്റിക്കലി തന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചതിന് ശേഷം അഭിഷേക് മാറി, അയാൾ കുറച്ചൊരു സോറി പറയുന്ന ഒരു മൂഡിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെ വെളിയിലൊക്കെയും ഈ മെനിനിസ്റ്റ് ടീമുകളായിട്ട് ബന്ധപ്പെട്ടും ഇൻസൾസ് ടീമുകളായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് അഭിഷേക്. അഭിഷേകിന് എത്രത്തോളം രാഷ്ട്രീയ ബോധമുണ്ടെന്നൊന്നും അറിയില്ല ആ വിഷയത്തിൽ. അതൊന്നും ഉള്ള ഒരാളായിട്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് അയാളെ കാണാൻ സാധിച്ചിട്ടില്ല. അയാൾ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ പുറത്ത് അയാൾ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു അലിഗേഷൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ അതെനിക്ക് അത്ര മൈനോറിറ്റി മനുഷ്യരാണ്, അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ ഭയങ്കരമായ മോശപ്പെട്ട അലിഗേഷൻസ് വരുന്ന മനുഷ്യരോട് എനിക്കൊരു രീതിയിലും ഉൾക്കൊള്ളാനോ എടുക്കാനോ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് എടുക്കണില്ല ഞാൻ. പക്ഷെ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മളൊരു പറയണമല്ലോ. ഇപ്പോൾ ചേട്ടൻ ചോദിച്ചു 5 പേരെന്ന് ചോദിക്കുമ്പോൾ ഋഷി ഓർ അഭിഷേക് 5th പൊസിഷൻ. ജിൻഡോയെ കുറച്ചൊന്ന് വിലയിരുത്തിയാൽ
ജിൻഡോ ആദ്യം മുതലേ കാണിക്കുന്ന സ്വഭാവം തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ഭയങ്കര വിസിബിളാണ്, നമുക്കറിയാം ജിൻഡോ എന്തൊക്കെ ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ ഗെയിം കളിച്ചിട്ടാണെങ്കിലും ആ ഗെയിം കളിക്കാനാണല്ലോ നമ്മളവിടെ പോയത്. അതിൽ ഗെയിം കളിക്കുന്നുണ്ട്. ജിൻഡോ എങ്ങനെയാണ്, ഏത് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്? എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ജിൻഡോ. ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ കൂടുതൽ ഇതാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം ജിൻഡോയുടെ ആർമികളൊന്നും ഭയന്നിട്ടൊന്നുമല്ല. ചില നിഷ്കളങ്കതകൾ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പം അയാളുടെ ഒരു കുരുത്തക്കേടായിട്ട് അയാൾ ചെയ്ത ആക്ടിനെ എടുക്കാം എന്ന ലെവലിലാണ് ഞാൻ അതിനെ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഷെയ്ഖാൻ്റെ കൊടുത്തപ്പോൾ ഉള്ളൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് പെൺകുട്ടികളോടുള്ള ജിൻഡോയുടെ സമീപനം പല രീതികളിൽ പലരും പറഞ്ഞ് അത് വെച്ചിട്ടൊക്കെ ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോനെ പേഴ്സണലി ഇഷ്ടമില്ല എന്ന് പറയാൻ റീസൺ അതാണ്. പക്ഷേ ജിൻഡോ ഹൗസിനുള്ളിൽ കാണിക്കുന്ന ഗെയിമുകൾ പലതിനെയും ആളുകൾക്ക് ഫണ്ണിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ ഇപ്പം ജാസ്മിൻ്റെ വിഷയത്തിൽ വിമർശനം ഒരുപാട് പറഞ്ഞ പോലെ ജിൻഡോയുടെ ഈ റീസെൻ്റ്ലി ഈ പറഞ്ഞ ടിക്കറ്റ് ഫിനാലെയുള്ള 2 ഗെയിമുകൾ ഒഴിച്ചാൽ ജിൻഡോയുടെ പ്രകടനങ്ങളൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിട്ടില്ല. ജിൻഡോയുടെ ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കോണ്ടന്റ് മേക്ക് ചെയ്യുന്ന മനുഷ്യരെ മാത്രമേ അവർക്ക് പുറത്തിട്ടിട്ട് കാര്യമുള്ളൂ. കാരണം അവർക്ക് TRP അതാണ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കൂല. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പലരിടത്തും പറഞ്ഞതാണ്, ഈ അപ്സര, അതുപോലെ ശരണ്യ, ജാൻമണി, ഇവരൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. പക്ഷെ ഇവരെയൊന്നും കോണ്ടന്റ് കൊണ്ട് വെളിയിൽ ഉപയോഗമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും വെളിയിലേക്ക് വരാതിരുന്നത്. അവർക്ക് വേണ്ട സാധനം ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ കാണാത്തത് കൊണ്ട് എനിക്ക് പുള്ളിയുടെ കാര്യത്തിൽ പിന്നെ ഓക്കെ എന്നൊരു സാധനമുണ്ട്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ കാര്യത്തിൽ ഈ ലാസ്റ്റ് സീക്വൻസിലൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പം അത് ഇവരാണ്. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടണം എന്നതൊരു തോന്നൽ വരുമല്ലോ. പണിയെടുത്തവർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടാറില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഈ അൺഫോർച്ചുനേറ്റ്ലി പുറത്തു പോയ ചിലരുണ്ടാവുമല്ലോ, നമ്മൾ വിചാരിച്ചിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുമെന്ന് വിശ്വസിച്ച് വന്നവർ, അങ്ങനെ പുറത്തു പോയ ആരെങ്കിലും ഇപ്പോൾ മനസ്സിൽ ഓർക്കണുണ്ടോ? ഞാൻ വിന്നറാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അപ്സരേനെ ഉണ്ടായിരുന്നു. പിന്നെ ഗെയിം കളിച്ച് വന്ന് പുറത്തേക്ക് പോയ 2 ആളുകളിൽ ഒന്ന് പൂജ നന്നായിട്ട് കളിക്കുമെന്ന് തോന്നിയിരുന്നു, പിന്നെ ഒന്ന് അൻസിബ പുറത്ത് പോയതിൽ. അൻസിബ കളിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അല്ല, പൂജയും അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂ ആയി പോയതാണല്ലോ. അപ്പം അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജാൻമണി എൻ്റർടൈൻമെൻറ്റ് പിടിച്ച് കുറച്ച് നാളങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിന്നർ ഇതിനകത്ത് അപ്സരേനെ ഞാൻ പ്രതീക്ഷിച്ചു. അപ്സര പുറത്തുപോയി. പക്ഷെ അത് ആ 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഗെയിം അതൊന്നും കാണാനുണ്ടായിരുന്നില്ല ശരിക്കും. ആ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോഴും 1-2 കാര്യങ്ങൾ ദിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഈ ആക്ടിവിസ്റ്റ് അറിയാൻ താല്പര്യമില്ലെന്നേ ഇതൊക്കെ, നിങ്ങൾ ഇത് എന്തുവാന്ന്. ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നാലും പറയാം, ഇപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമോ? ഈ നമ്മളിപ്പോൾ ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പല മേഖലകളിൽ പ്രവർത്തിക്കും. ഇപ്പോൾ ദിയെ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് LGBT കമ്മ്യൂണിറ്റി, അതുപോലെ അതുപോലെ വൃദ്ധരായിട്ടും HIV ബാധിതരായിട്ടുള്ള കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു 4ഓളം ട്രസ്റ്റുകളിൽ അഡ്വൈസറി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ് ഓർഗനൈസേഷൻ ട്രിവാൻഡ്രത്തുള്ള ഒരു CBOയുടെ അഡ്വൈസറി മെമ്പറാണ്. NGO പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ ബോർഡുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പം കുറച്ച് എന്താ പറയുക, പാവപ്പെട്ട മനുഷ്യരുടെയും വൃദ്ധരായിട്ടുള്ള ആളുകളുടെയും അതുപോലെ മൈനോറിറ്റി മനുഷ്യരുടെയും ഒക്കെ ചേർത്തിട്ട് മൊത്തത്തിലൊരു 10-12ഓളം ഇടങ്ങളിൽ ഞാൻ അഡ്വൈസറി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ സ്പീക്കറായിട്ട് നിൽക്കുന്നുണ്ട്. പലർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്. അവർക്കുള്ള ഹെൽത്ത്, നിയമ സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ വുമൺ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ 2-3 സംഘടനകളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എൻ്റെ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന ഇടങ്ങളും കൂടിയാണ്. അപ്പം ഇത്തരം സ്പേസുകൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ പറയുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഇപ്പം ചർച്ചയാകുകയും ആക്ടിവിസം എന്താണെന്ന് പറഞ്ഞ് അതിനെ ഒരു തരം ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് സംസാരിച്ചിടത്താണ് നമുക്കിതൊക്കെ സംസാരിക്കേണ്ടി വരുന്നതെന്നുള്ളതാണ്.
ശരിക്കും ഇതൊന്നും ഒന്നും ഒരു ബോധ്യപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ മനസ്സിലാക്കി എന്നെ അറേഞ്ച് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാം. പക്ഷെ ഇതൊരു ഗതികേടൊന്നും ആലോചിച്ച് നോക്കൂ. അതും ഒരു തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അയാളിൽ നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിച്ചതൊക്കെ കുറഞ്ഞു പോയി ശരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ അഗ്രസീവായെന്നാണ് എന്റെ അഭിപ്രായം. അഗ്രസീവ്നെസ് ദിയയുടെ ശരിക്കും എന്തായിരിക്കും? അഗ്രസീവ്നെസ് തോന്നിയാസല്ലേ പറയുന്നത്. ഞാൻ പലപ്പോഴും തെറി എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നേരെ വരുന്നത് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരെ സെൽഫായിട്ട് വരുന്ന അറ്റാക്കുകളെ ഞാൻ ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് വരുന്നതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. അവിടെ എൻ്റെ റിയാക്ഷൻസ് കാണുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവലിൽ പുരുഷന്മാരെ പ്രതികരിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രതികരിക്കുന്നു എന്ന പേരിലാണ് അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അത് ശരിയല്ല, ഒതുങ്ങണം, മൂലയിലിരിക്കണം എന്നൊരു സംഭവമൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആയാലും പോലും എല്ലാ ഇൻ്റർവ്യൂവിലും എനിക്ക് ബുള്ളിങ് വരുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തളരാനോ പുറകിലോട്ട് ഓടാനോ അല്ലെങ്കിൽ ഞാൻ പേടിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് സത്യസന്ധതയും ശരിയും ഉണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മനുഷ്യനെയും ഭയവുമില്ല, എനിക്ക് പേടിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം കൂടെ, ഈ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ എന്നുള്ള രീതിയിൽ ദിയ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിൽ പറഞ്ഞിരുന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ആ കുട്ടിക്ക് പാചകം അറിയില്ല. സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കൺവെൻഷണൽ സ്ത്രീ സങ്കല്പത്തിൽ പാചകം അറിയുന്ന കുട്ടിയാണ് നമ്മൾ പെൺകുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലോ അൻസിബേനെ. അതെ, വളരെ നല്ല രീതിയിലാണല്ലോ അക്സെപ്റ്റ് ചെയ്തത്. ഈ കുടുംബം എന്തോ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ആൾക്കാർ വന്ന് അവർക്കൊക്കെ മറ്റേ ഓരോ വീട്ടിൽ നിന്ന് പെണ്ണാണാൻ വരുമ്പോൾ നമ്മൾ പറ്റില്ല വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കില്ലേ, അതുപോലെ സ്വീകരിച്ചതായിട്ടാണ് അൻസിബേനെ എല്ലാവരും വാനോളം പുകഴ്ത്തിയത്. പക്ഷേ ഷീസ് ഹാർഡ് വർക്കർ ആക്ച്വലി. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ജനങ്ങളുടെ ഒരു സ്വീകാര്യത, അതായത് അൻസിബ സാരിയൊക്കെ ഉടുത്ത് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അൻസിബ ആ വീട്ടിനെ ട്രീറ്റ് ചെയ്തതുപോലെ ജാസ്മിനൊക്കെ അൻസിബനെ കണ്ടു പഠിച്ചൂടെ, ഇങ്ങനെയൊക്കെയുള്ള സാധനം അതല്ലേ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു പൊതുബോധം നമുക്കുണ്ട്. അത് ഒരുപക്ഷെ ജാസ്മിന് തിരിച്ചടിയായിട്ടുണ്ട്, പാചകം അറിഞ്ഞുകൂടാ എന്നുള്ളൊരു സംഗതി. അയാളുടെ പ്രായം പോലും നമുക്ക് അത്തരത്തിൽ പരിഗണിക്കാതെ ഒരു പെൺകുട്ടി പാചകം അറിഞ്ഞിരിക്കണം, ആൺകുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മളിപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ആ പൊതുബോധം ശരിക്കും തിരിച്ചടിയായിട്ടില്ല ജാസ്മിന്. എൻ്റെ പൊന്ന് രജനീഷ് ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ നല്ല അസലായിട്ട് പാചകം ചെയ്യുന്ന കാലഘട്ടമാണ് നമ്മളത്. എന്തിനാണെന്നറിയില്ല, ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പെൺകുട്ടിയെ കണ്ട് മാത്രമേ ഇതിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണത്. എന്ത് രസമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരെന്ന് പറയും. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വാപ്പ ആയിക്കോട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് പാചകം ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുവിധം പുരുഷന്മാരും കുടുംബത്തിനുള്ളിൽ പാചകം ചെയ്യുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ഈ കുലസ്ത്രീ സങ്കല്പത്തിൻ്റെ വേറൊരു എക്സ്ട്രീം വേർഷനാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. ഈ പെൺകുട്ടി പാചകം ചെയ്യണം, പാചകം പഠിച്ചിരിക്കണം, അതില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീ സങ്കല്പങ്ങളിൽ പെടുന്ന ഒരു സാധനമല്ല എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാചകം ചെയ്യുന്ന നളന്മാരെയൊക്കെയും അപമാനിക്കുന്ന പോലത്തെ ഒരു കോട്ടിങ്ങാണ് ഈ സാധനങ്ങളൊക്കെ ചോദിക്കുന്നതും പറയുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നല്ല നല്ല പാചകക്കാരായിട്ടുള്ള ചേട്ടന്മാർ നിങ്ങൾ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് ഒതുക്കിയിട്ട് സ്ത്രീ സങ്കല്പങ്ങൾ മാത്രം വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കും. ജീവിതം എങ്ങനെ പോകുന്നു? എനിക്ക് കുറച്ചറിയാവുന്നേ ഉള്ളൂ. ഞാൻ ഈ ബേസിക് അറിയാം. എന്താ വെച്ചാൽ പട്ടിണി കിടക്കില്ല ഒരിക്കലും. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് മതി. നമ്മൾ മാറി താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പഠിച്ചല്ലേ പറ്റൂ. അത് എറണാകുളത്തേക്ക് വന്നതിന് ശേഷം തീർച്ചയായിട്ടും പാചകം പഠിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിൽ നമ്മൾ പഠിക്കും. സാധാരണ പുരുഷന്മാരുണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര രസമാണ്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്കും അത് കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു അഭിമാനമൊക്കെ തോന്നില്ല. നല്ല ചായ ഇടും, നല്ല ഉപ്പവും ഉണ്ടാക്കും, കോൺഫിഡൻസ് ഉണ്ട്. ഓംലെറ്റ് ഓക്കെ, ബുൾസൈ എനിക്ക് അത്ര നന്നായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പോട്ടെ. നല്ല കാര്യമാണ്. അല്ല, അത്രയൊക്കെ എത്താൻ പറ്റിയല്ലോ നമുക്ക്. അത് തന്നെ നമ്മൾ ഒരു അഭിമാനമായിട്ട് കാണണം. കാരണം അത്രയെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റിയല്ലോ. കാരണം അവിടെ ഈ തനത് സ്ത്രീ സങ്കല്പം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അമ്മമാരൊക്കെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അത് മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് വേറെ ചിന്തയൊന്നും വേണ്ട. പിന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും
ഒരു രസമൊക്കെ ഉള്ളവർ അത് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അതെ. അത് കൂടുതലും അങ്ങനെ പുരുഷന്മാരെ കാണുന്ന സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ നളൻ എന്ന പേരിൽ തന്നെ പാചകം ചെയ്യുന്ന ഒരു മനുഷ്യനെ എനിക്ക് ചോറ് വാരിത്തരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ വാരിത്തരുന്നത് ചോറ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ ഇത് കാര്യങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ഒറ്റാം തടിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴും റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെ ബ്രേക്കപ്പ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞൂടാ കേട്ടോ, പേഴ്സണലാണ്. പക്ഷെ ഹാപ്പിനെസ് ഉണ്ടോ ഇതിനകത്ത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ്? ഭയങ്കര കഷ്ടാണെന്നേ. എനിക്കൊന്നും മര്യാദക്കുള്ള ഒരാളെ കിട്ടത്തില്ലെന്നേ. നാക്ക് പ്രശ്നമാണ്. അയ്യോ, അവിടെ വരുമ്പോഴത്തേക്കും നമ്മള് തനത് പെൺ സങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞിട്ട് ഒന്നേതാ ഇപ്പൊ കിട്ടും വായിലിരിക്കുന്നത്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, റിലേഷൻഷിപ്പ് ഒരു 4-5 കൊല്ലമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും ഒക്കെ പോകുന്ന രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പം എന്താ പറയുക, നിലവിൽ ഞാൻ ഡിവോഴ്സ് ആയിട്ടില്ല ഇതുവരയ്ക്കും. അപ്പോൾ പിന്നെ ഇനിയിപ്പം ചുമ്മാ അല്ല, ഇനിയിപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് വേറെ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ഞാനാണ് നിശ്ചയിച്ച് വെച്ചേക്കുന്നത്. എൻ്റെ മൈൻഡ്, എൻ്റെ ബോഡി അതൊക്കെ എങ്ങനെയാണോ ചലിക്കുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇത് വന്ന് തുറന്ന് സംസാരിക്കുമ്പോഴും ഒളിമറയിൽ ജീവിക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ഒളിച്ചും പാത്തും പലതും ചെയ്യുന്ന, സത്യസന്ധതയില്ലാതെ ജീവിതത്തിലുള്ളവർ. ഇപ്പം എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എൻ്റെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാവരും ഞാനത് വളരെ ഓപ്പണപ്പാണ്. ഇപ്പോൾ ഒരു സെക്ഷുവൽ കണക്ഷൻ എന്നുള്ളതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊരു കമ്പാനിയൻഷിപ്പ്, ഒരു സ്നേഹം, ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവണം. അത് പലതരത്തിലുള്ള മനുഷ്യന്മാരിൽ നിന്ന് പല ഇമോഷൻസിലേക്ക് കിട്ടും. സോ അതാണ് സിറ്റുവേഷൻഷിപ്പിലൊക്കെ പലരെയും നമുക്ക് കിട്ടും, സൗഹൃദങ്ങളിലൊക്കെ. അപ്പം നമ്മളിങ്ങനെ നമ്മളെ ജീവിതമൊക്കെ അങ്ങനത്തെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നേ. ഈ ഒഴുക്കിൽ തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും നേരിട്ട് നിയമപരമായി നേരിട്ട് പേഴ്സണൽ ലൈഫല്ലേ ചേട്ടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് പോട്ടെ. ഇനി 10 കാമന്മാരെ ഞാൻ കൊണ്ട് നടക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും. അത് എൻ്റെ പേഴ്സണൽ സാധനമാണ്. അതിനെ മറ്റുള്ളവർ ആരും വിഷമിക്കണ്ട. അവരുടെ ആരുടെയും വ്യക്തി ജീവിതത്തിൽ അത് ബാധിക്കുന്നില്ല, ആർക്കും ചൊറി വരുന്നില്ല, ആരേതാക്കട്ടെ. പക്ഷെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ, അതങ്ങ് വല്ലാണ്ടങ്ങ് ചൊറി വരുന്നുണ്ടല്ലേ, നാണ്ടിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ എന്താ പറയാൻ. എങ്ങനെ ഇത്ര ധൈര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാലേ, ഞാനിതെല്ലാം കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ ഇവിടെ നിങ്ങളെ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇരുന്ന് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മരിക്കും. പക്ഷെ എനിക്ക് ചില കമൻറ്റുകൾ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അൺസൈക്കബിൾ സാധനം അതിനൊന്നും ഞാൻ തൊടത്തൊന്നുമില്ല. പക്ഷെ ചിലതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് ടൈമിൽ മറ്റേ ആ ഇൻ്റർവ്യൂവിലെ അതിനകത്ത് ട്രോളുകളുണ്ടായിരുന്നു. അമ്മോ, മറ്റേ ജിൻറ്റോ വളിവിടുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് ഇവളുടെ തലയിൽ വളിവിട്ട് ഇടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ പറയുന്ന സാധനം ഒരാൾ എന്നെ അങ്ങ് ആക്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു റീൽ എനിക്ക് കിട്ടി. താഴെ വന്നിട്ട്, നിങ്ങൾ സമാധാനപ്പെട്ടല്ലോ, നിങ്ങൾക്ക് സന്തോഷമായല്ലോ, നിങ്ങൾ ചിരിച്ചല്ലോ, എനിക്കത് മതി. ഞാൻ കൊടുത്ത കമൻറ്റാ. സത്യം പറഞ്ഞാൽ അയാള് ആ റീല് ചെയ്തേക്കണെന്ന് വെച്ചാൽ എന്നെ എന്തോ വെടിവെച്ച് കൊല്ലുന്ന മാതിരിയാണ് അയാൾ ആ റീല് ചെയ്തത്. പക്ഷെ എനിക്ക് അയാളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, അയാൾക്ക് റിലാക്സ് എന്തോ കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ചെന്ന് താഴെ കമന്റ് ഇട്ടു, നിങ്ങൾക്ക് സമാധാനമായില്ലേ, നിങ്ങൾ റിലാക്സ് അല്ലേ, നിങ്ങൾ ഹാപ്പി ആയോ, നിങ്ങൾ ചിരിച്ചെങ്കിൽ അതാണ് എൻ്റെ വിജയം, നന്ദി, വളരെ നല്ല. അപ്പൊ അവൻ താഴെ വന്ന് അയ്യടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടം, ഇങ്ങനെ നോക്കണ ഒരു സാധനമില്ലേ മറ്റേ ഇതില്. ഈ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാ? അപ്പൊ ഈ അടുത്ത് ഉണ്ടായി അങ്ങനെ ഒരു കേസ്. ഈ അടുത്ത് എനിക്കെതിരെ ഒരു പോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയിട്ട് അതിനെതിരെ ഞാനിങ്ങനെ കേസിട്ടു. അത് പഴയ എൻ്റെ ബസ്സിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് അതിനെതിരെ, അത് പ്രചരിപ്പിച്ചവർക്കെതിരെ ഞാൻ ഇങ്ങനെ കേസ് കൊടുത്തപ്പം 4 പിള്ളേരെ ഇതുപോലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അതിനകത്ത് ഈ പറഞ്ഞ ആർമികളുണ്ടല്ലോ, ഇത് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് പറഞ്ഞ ജിൻറ്റോയുടെ, അഭിഷേകിൻ്റെയൊക്കെ ആർമി, അതിലൊക്കെ പെട്ട പിള്ളേരായിരുന്നു വന്നിരുന്നത്. അവർക്ക് ഈ ആർമികളുമായിട്ടുള്ള, മെയിൻ ആർമികളായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവസാനമൊക്കെ അരച്ചിലായി, പിഴിച്ചിലായി, അമ്മമാരും കൂടെ ഉണ്ട്, കാലുപിടുത്തമായി, ബഹളമായി.
എന്തോ ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിരുന്നു, മുസ്ലിം പുരുഷന്മാരെ തേടി നടന്ന് ആക്രമിക്കുന്ന ഒരു സാധനം, അതായത് വർഗീയതയും കൂടി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചു ശരിക്കും. എൻ്റെ കുടുംബ ഗ്രൂപ്പിനകത്തൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വന്ന് വീട്ടിൻ്റെയൊക്കെ, അപ്പോൾ വീട്ടുകാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി സംസാരമായപ്പോഴാണ് ഞാൻ കേസ് കൊടുത്തത്. പിന്നെ വന്നപ്പോഴത്തേക്ക് വിവരമില്ലാതെ ബോധമില്ലാതെ എവിടെ നിന്നോ കിട്ടിയൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായിട്ട് മാത്രമേ ഇതിനകത്ത് കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അതിന് എന്താ പറയുക, ഇവർ ഇത്രയും ഇതൊക്കെ ആക്കിയപ്പോഴത്തേക്ക് എപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഓരോ സീസണിലും എങ്ങനെ പോയാലും ഒരു 4-5 എണ്ണത്തിനെതിരെ, അതായത് ലിമിറ്റേഷൻ ക്ലോസ് ചെയ്തിട്ട് പോവും വേറെ രീതിയിലൊക്കെ, നമ്മളെ വ്യക്തി ജീവിതത്തെയൊക്കെ പേഴ്സണലി ഭയങ്കരമായിട്ടൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കും ആളുകൾ സംശയത്തിൻ്റെ നിലയിൽ നമ്മളെ നോക്കി കാണുന്ന അവസ്ഥയിലേക്കൊക്കെ കാണുന്ന സാഹചര്യത്തിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, അതിനെ പറഞ്ഞു വിട്ട്. അങ്ങനെ വന്നിട്ട് ചേച്ചി വിടോ ചേച്ചി, പ്ലീസ് ചേച്ചി, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ചേച്ചി ഒക്കെ ഒന്ന് പറഞ്ഞ് പിള്ളേർ, കൊച്ചു പിള്ളേരേട്ടാ, കരയുമ്പോഴത്തേക്ക് അവരെ വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് വിടും. എന്ത് റിസ്ക് എടുത്തിട്ടാണ് കേസ് കൊടുത്തിട്ട് അവരെ എത്തിക്കണേന്നറിയാവോ? അതുവരെയുള്ള എല്ലാ സാധനവും ആവിയായി പോവും. ചേച്ചി അങ്ങനെ പറ്റിയല്ല, എനിക്ക് പഠിക്കണം ചേച്ചി, എനിക്ക് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, മനുഷ്യ പറ്റില്ലാത്ത പോലെ ആയി പോവില്ലേ. അത്തരം കേസുകളിലൊക്കെ വിട്ടുകൊടുക്കാം, കുഴപ്പമില്ല. ഈ ഒരു ഇടതു സ്വഭാവം, ഇടതു മനോഭാവം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയാണോ ശരിക്കും പക്ഷം? മീൻസ് പൊളിറ്റിക്കലി എനിക്ക് കമ്മ്യൂണിസം ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഇപ്പോൾ ഉള്ള പാർട്ടിക്കുള്ളിലൊക്കെ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ എനിക്കുണ്ട്, പക്ഷെ അനുഭാവം ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് ഒരു സത്യം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ വിജയങ്ങളും പാർലമെന്റ് ഇലക്ഷനെയൊക്കെ എങ്ങനെയാണ് ദിയ നോക്കി കണ്ടത്? അത് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം പറയട്ടെ. ഞാൻ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില ജോയ് ചേട്ടൻ വിജയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയം വന്ന സ്ഥലത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ വോട്ട് ചെയ്തത് ആളെ പുള്ളിയാണ്, വിജയിച്ചില്ല, തോറ്റുപോയി. അപ്പം അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും ആ സീറ്റും കൂടെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചതാണ്. ആ 2 സീറ്റ് തന്നെയാണ് ഞാൻ ആലത്തൂരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അപ്പം അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ അംഗീകരിക്കുമ്പോഴും താമര വിരിഞ്ഞതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പ്. അടിയിൽ എന്തായാലും കമൻസ് വരും, അത് പ്രശ്നമില്ല. അതെനിക്ക് ഒബ്വിയസ്ലി ഞാൻ സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ വീട്ടിലേക്ക് വരെയും കല്ലേറും ആക്രമണവും കത്തി കൊണ്ട് വെട്ട് വരെ കിട്ടിയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരിക്കലും സംഘപരിവാറിൻ്റെ അജണ്ടകളെയോ സംഘപരിവാറിനെയോ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ത്രീയാണ് ഞാൻ. അത് ഞാൻ എവിടെയും തുറന്നു പറയും. പണ്ട് മുതലേ എൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴും ഒന്നും അല്ല. ശരിക്കും ബിഗ് ബോസ് എന്ന് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ബിഗ് ബോസിൽ കമ്മ്യൂണിക്കേഷനായിട്ട് വന്നേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒന്ന് ഒതുങ്ങി എൻ്റെ ലൈഫിലൊന്ന് മാറി നിൽക്കുകയാണ്. വേറെ കാര്യങ്ങൾ ശരിക്കും ഇത്തരം വിഷയങ്ങൾ ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മളെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും ബോംബുണ്ടാക്കുന്ന വിഷയങ്ങൾ എന്ന് പറയും. അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കണോ രജനി ചേട്ടാ? വേണ്ട, തൽക്കാലം ഇത്രയും സൈബർ ആക്രമണമൊക്കെ മതി, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് സൈബർ ആക്രമണത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഫിസിക്കലി ശരീരത്തിലേക്ക് വരുന്നത്, എൻ്റെ വീടിന് ആക്രമണം, എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് പ്രശ്നമുള്ളത്. പക്ഷെ അതൊക്കെ സഹിച്ച് നമ്മളെ രാഷ്ട്രീയം സ്ട്രോങ് ആയിട്ട് നിന്ന് തുടർന്ന് മുന്നോട്ട് പോവല്ലേ. തീർച്ചയായിട്ടും ആ ഇടത്ത് എനിക്ക് എന്നിൽ ഭയങ്കര പ്രൗഡാണ്. അകത്ത് പോയി കിടന്നാലും ഞാൻ പോയിരിക്കുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അഭിപ്രായങ്ങളെ പരിശോധിച്ചും അതിൽ ഉറച്ചു നിന്നൊക്കെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു ചേട്ടാ, എപ്പോഴും നന്ദി. താങ്ക് യു സോ മച്ച്.